ലോക രാജ്യങ്ങളെ മുഴുവൻ അമ്പരിപ്പിക്കുന്ന ഒരു വമ്പൻ പ്രഖ്യാപനം വന്നിരിക്കുന്നു. പശ്ചിമേഷ്യൻ മണ്ണിൽ വീണ്ടും യുദ്ധഭീതിയുടെ വിത്തുപാകിയുള്ള ഈ പ്രഖ്യാപനത്തെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിർണായക നീക്കമായി തന്നെ വേണം കരുതാൻ. അതെ, അമേരിക്കൻ സൈന്യം ഇറാന്റെ മണ്ണിൽ ഒരു തവണയെങ്കിലും അധിനിവേശത്തിന് ശ്രമിച്ചാൽ അവർക്ക് താങ്ങാനാവാത്ത വിനാശകരമായ സൈനിക തിരിച്ചടി നൽകുമെന്ന കടുത്ത മുന്നറിയിപ്പുമായിട്ടാണ് ഇറാന്റെ കരസേനാ കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി ലോകത്തിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതാ വെറും ഒരു വെല്ലുവിളി മാത്രമല്ല, പകരം ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് തകർക്കാൻ പോകുന്ന ഒരു വൻ ദുരന്തത്തിന്റെ സൂചനയാണ്. ഒരു വശത്ത് ഇങ്ങനെയാണെങ്കിൽ മറുവശത്ത് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലെടുക്ക് കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളിൽ ശത്രു രാജ്യങ്ങൾ ഞെട്ടി നിൽക്കുകയാണ്. ആണവ കരാറുകളും ഉപരോധങ്ങളും മാറ്റിവെച്ച് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഒടുക്കത്തെ ബ്രഹ്മാസ്ത്രം പുറത്തെടുക്കാൻ ഒരുങ്ങുന്ന ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു കൃത്യമായ ഒരു ആഗോള കെണി തന്നെയാണ്. എന്താണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ശരിക്കും സംഭവിക്കുന്നത്? ലോകത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാൻ പോകുന്ന ആ നിർണായക സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്? വീഡിയോ പൂർണ്ണമായും കാണുക, കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാം. മധ്യപൂർവ്വ ദേശത്തെ സംഘർഷം ഇപ്പോൾ വെറും ഒരു നയതന്ത്ര വാഗ്വാദമല്ല, മറിച്ച് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതമായി മാറിയിരിക്കുകയാണ്. സമീപകാല മാസങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം മുൻപെങ്ങുമില്ലാത്ത വിധം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന അതിന് മറുപടിയായി ഇറാൻ തങ്ങളുടെ അതിർത്തികളിൽ സമാനതകളില്ലാത്ത സൈനിക സജ്ജീകരണങ്ങളാണ് നടത്തുന്നത്. ഇറാന്റെ ആണവ പരിപാടി, വിദേശ ഉപരോധങ്ങൾ, പശ്ചിമേഷ്യയിലെ ആധിപത്യ പോരാട്ടം എന്നിവ ഇരു രാജ്യങ്ങളെയും വീണ്ടും നേർക്കുനേർ കൊമ്പു കോർക്കാൻ ഇടയാക്കിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയയിലൂടെ ബ്രിഗേഡിയർ ജനറൽ അലി ജഹാൻ ഷാഹി ആ കടുത്ത മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകിയത്. തെക്കുകിഴക്കൻ ഇറാനിലെയും തന്ത്രപ്രധാനമായ മക്രാൻ തീരപ്രദേശങ്ങളിലെയും സൈനിക യൂണിറ്റുകൾ നേരിട്ട് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ആ പ്രതികരണം. അതിർത്തികളിൽ ദ്രുത പ്രതികരണ സേന, പ്രത്യേക സൈനിക യൂണിറ്റുകൾ, മാരകമായ ഡ്രോൺ സംവിധാനങ്ങൾ, പീരങ്കി വിഭാഗങ്ങൾ, കവചിത വാഹനങ്ങൾ എന്നിവയെ ഇറാൻ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏതൊരു വിദേശ അധിനിവേശത്തെയും തകർത്തെറിയാൻ ഇറാൻ സൈന്യം പൂർണ്ണ പോരാട്ട സന്നദ്ധത കൈവരിച്ചു കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇറാൻ സൈന്യത്തിന്റെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അക്രമിനെയും സമാനമായ നിലപാടാണ് അദ്ദേഹത്തിന്റെയും പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് പ്രധാന യുദ്ധ സാഹചര്യങ്ങളെയും രാജ്യം വിജയകരമായി പ്രതിരോധിച്ചുവെന്നും ആഭ്യന്തര ഗവേഷണത്തിലൂടെ നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ യഥാർത്ഥ സൈനിക ശേഷിയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാതെ സ്വന്തം പ്രതിരോധ ശേഷിയിൽ വിശ്വസിച്ചാണ് ഇറാൻ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സൈനികമായി കടുത്ത ഭാഷയിൽ അമേരിക്കയെ വെല്ലുവിളിക്കുമ്പോഴും ഇറാൻ വളരെ തന്ത്രപരമായ മറ്റൊരു കരുനീക്കം നടത്തുന്നുണ്ട്. നയതന്ത്രത്തിന്റെ വാതിലുകൾ അവർ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഒരു വശത്ത് സൈനിക ഭീഷണി ഉയർത്തുമ്പോൾ മറുവശത്ത് ഇടനില രാജ്യങ്ങളിലൂടെ അമേരിക്കയുമായി സന്ദേശങ്ങൾ കൈമാറാൻ ഇറാൻ തയ്യാറാകുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ വാക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്നതാണ്. അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ലെങ്കിലും മൂന്നാം രാജ്യങ്ങൾ വഴി കൃത്യമായ ഒരു തേർഡ് പാർട്ടിയിലൂടെ ആശയവിനിമയം നടക്കുന്നുണ്ട്. എന്നാൽ മുൻ ധാരണകൾ ലംഘിച്ച അമേരിക്ക നിലപാട് ഉയർത്തുകയും ഉപരോധങ്ങൾ പിൻവലിച്ച് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യാതെ നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കില്ലെന്ന് ഇറാൻ ഉറപ്പിച്ചു പറയുന്നു. അവിടെയാണ് അമേരിക്കയ്ക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. കാരണം ഇറാന്റെ യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക് ഇനിയും അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ലോകത്തിലെ അസംസ്കൃത എണ്ണയുടെ വലിയൊരു വിഹിതം കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിനെയാണ് ഇറാൻ തങ്ങളുടെ പ്രധാന ആയുധമാക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്നുള്ള എണ്ണക്കപ്പലുകൾ കടന്നു പോകുന്ന ഈ കടലിടുക്കിലെ ഗതാഗത നിയന്ത്രണം പൂർണ്ണമായി മാറ്റിമറിക്കാൻ ഇറാൻ തയ്യാറെടുക്കുകയാണ്. ഒമാനുമായി ചേർന്ന് ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും ഗതാഗത ക്രമീകരണങ്ങളും സംബന്ധിച്ച് പുതിയൊരു കരാറിലേക്ക് ഇറാൻ അടുക്കുകയാണ്. നിലവിലുള്ള ഗതാഗത വേർതിരിക്കൽ പദ്ധതി ഇത് ഇറാന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും അതിനാൽ സാങ്കേതികതയും നിയമപരവുമായ പുതിയ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി
പുതിയ മാർഗരേഖ വേണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. ഇത് വെറും ഒരു ഭരണപരമായ മാറ്റമല്ല, മറിച്ച് ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയ്ക്കുള്ള സ്വാധീനം വെട്ടിക്കുറച്ച തങ്ങളുടെ അധീശത്വം ഉറപ്പിക്കാനുള്ള വ്യക്തമായ നീക്കമാണ്. ഒമാനുമായി കരാറിലെത്തിയാൽ പോലും തങ്ങൾക്കെതിരെയുള്ള അമേരിക്കൻ ഉപരോധങ്ങളും സാമ്പത്തിക വിലക്കുകളും നീക്കാതെ ഹോർമുസ് കടലെടുക്ക പൂർണ്ണമായും തുറന്നു കൊടുക്കില്ലെന്ന നിലപാടിലാണ് ഇറാൻ ഇപ്പോഴും ഉള്ളത്. സാമ്പത്തികമായും നയതന്ത്രപരമായും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള പ്രധാന ഉപകരണമായി ഇറാൻ ഹോർമുസിനെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തന്ത്രപരമായ നീക്കത്തിൽ അമേരിക്ക ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഒമാനും ഇറാനും തമ്മിലുള്ള ചർച്ചകളെ അമേരിക്ക വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ വാണിജ്യ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകുന്ന ഒരു ധാരണ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഹോർമുസ് അടഞ്ഞു പോയാൽ ഉണ്ടാകുന്ന അന്താരാഷ്ട്ര എണ്ണ വില വർധനവ് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക ഭദ്രത തകർക്കും. അതിനാൽ തന്നെ ഉപരോധങ്ങളിൽ ചില ഇളവുകൾ നൽകാൻ പോലും അമേരിക്ക നിർബന്ധിതരായേക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. പശ്ചിമേഷ്യയിലെ ഈ സുരക്ഷാ പ്രതിസന്ധി ആഗോള സമ്പദ് വ്യവസ്ഥയെ, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇന്ത്യ തങ്ങളുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും നമ്മുടെ രാജ്യത്ത് ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായേക്കും. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ഇറാന്റെ ഈ പ്രതിരോധവും നയതന്ത്ര പോരാട്ടങ്ങളും കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമല്ല, മറിച്ച് നമ്മളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. വരും ദിവസങ്ങളിൽ ഒമാൻ ഇറാൻ ചർച്ചകൾ ഏത് ദിശയിലേക്ക് നീങ്ങുന്നു, അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ നയതന്ത്ര ശ്രമങ്ങൾ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോക ഊർജ വിപണിയുടെ ഭാവി. ഒരു വശത്തെ പൂർണ്ണ യുദ്ധത്തിന് തയ്യാറാണെന്ന സൈനിക പ്രഖ്യാപനം, മറുവശത്തെ ആഗോള എണ്ണ വ്യാപാരത്തെ നിയന്ത്രിക്കാനുള്ള നയതന്ത്രപരമായ നീക്കങ്ങൾ. ഇറാൻ തങ്ങളുടെ കളി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. സൈനിക സംഘർഷത്തിന്റെ കറുത്ത മേഘങ്ങൾ ആകാശത്ത് നിൽക്കുമ്പോഴും നയതന്ത്രത്തിന് ഇനിയും സാധ്യതകൾ ശേഷിക്കുന്നുണ്ട് എന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായത്തിൽ അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ ഉയർത്തുന്ന ഈ കടുത്ത നിലപാടുകൾ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ യുദ്ധത്തിലേക്ക് നയിക്കുമോ, അതോ അമേരിക്ക ഇറാന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വരുമോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അടുത്തൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്